ായിരിക്കും എന്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അത് ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരുമോ? ഹായ് ഫ്രണ്ട്സ്, പാർവതി കൃഷ്ണ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. ഇങ്ങനൊരു വീഡിയോ പാർവതി കൃഷ്ണ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. കാരണം അവര് ചെയ്തേക്കുന്ന ഒരു ഫോട്ടോഷൂട്ടിന്റെ പോർഷൻസ് അതിപ്പോ നമ്മുടെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, കുറച്ച് ഓൺലൈൻ മീഡിയാസ് ഉണ്ട് വെച്ചാൽ ഒരു പഞ്ഞപ്പത്രം എന്ന് പറയാം, പണ്ടത്തൊക്കെ മഞ്ഞപ്പത്രം ഇല്ലേ, അതുപോലുള്ള അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരാളുടെ ഒരു ഫോട്ടോ കിട്ടുന്ന വിചാരിച്ചു. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൽ നിന്നാൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവും വിചാരിക്കും. പക്ഷെ അവരെന്താ ചെയ്യുക അറിയോ? ആ ഒരു ഫ്രണ്ട് പോർഷനിൽ തന്നെ ഭയങ്കര വിയേർഡായിട്ടും അതുപോലെ തന്നെ എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ ആക്കിയിട്ട് കാണിച്ചുകൊണ്ട് തന്നെ അതിനെ അങ്ങ് മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ആ ഒരു ഫോട്ടോ. ഇനിയിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഓരോ ആൾക്കാരുടെയും കല്യാണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കല്യാണത്തിന്റെ ഒക്കെ ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ ഇവർ പോയിട്ട് എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ ഞരമ്പന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പോലത്തുള്ള ഫോട്ടോസ് ഒക്കെയാണ് എടുക്കുക. ചിലപ്പോൾ അവരുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ കയറിയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് എടുക്കും. അത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരാം. ചെറിയ മക്കളുടെ ഇതുവരെ, സെലിബ്രിറ്റീസിന്റെ ഒക്കെ മക്കളുടെ ഇതുവരെ ഭയങ്കര ഒരു വലിയ അഡൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിക്കൊക്കെ കൊണ്ടെത്തിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഫോട്ടോസും കാര്യങ്ങളൊക്കെ വളരെയധികം എക്സ്പോസ്ഡ് ആക്കി. ഇതിനു മുന്നേ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐശ്വര്യ റോയ് ഇല്ല, ഐശ്വര്യ റോയിന്റെ മകളുടെ ഫോട്ടോസ് വരെ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ കരുതിപ്പോയി, ഈ കുട്ടി ചെറുതല്ല, ഈ ചെറിയൊരു കുട്ടിയെ പിടിച്ചിട്ട് ഇത്രയും വളരെ വലിയൊരു കുട്ടിയായിട്ട് ഏകദേശം വെച്ച് കഴിഞ്ഞാൽ ഒരു 20+ ഏജൊക്കെ തോന്നിക്കുന്ന ആ ഒരു രീതിക്ക്. അങ്ങനെ അത് മാത്രമല്ല, സാരിയൊക്കെ എടുത്തിട്ട് ഏതൊക്കെ പോർഷൻസ് കാണാൻ വേണ്ടി പാടില്ല ആ പോർഷൻസ് കംപ്ലീറ്റ് ഇവരങ്ങ് എക്സ്പോസ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഞരമ്പന്മാരുടെ ആക്സസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഞരമ്പന്മാരുണ്ട്. ഇതിൽ കൂടുതലും പുരുഷന്മാർ തന്നെയാണ് കേട്ടോ, എല്ലാ പുരുഷന്മാരും അല്ല, ഞരമ്പിന്റെ അസുഖമുള്ള പുരുഷന്മാരാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ മീഡിയാസും കുറച്ചധികം തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതേപോലെ അവസ്ഥയിലാണ് ഇപ്പൊ പാർവതി ഉള്ളത്. ഇവരുടെ വലയിൽ ഇപ്പോൾ പാർവതിയും കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവരിപ്പോൾ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പാർവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കേൾക്കാം. വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പൊതുവേ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിന്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജ് ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പം എന്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത്, പുള്ളിക്കാരി യൂട്യൂബിൽ ഇട്ട സമയത്ത് ഒരു മീഡിയ, രോമാഞ്ചം മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ, അതിൽ ഏതൊരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ ഒരു നേവൽ സ്ലിപ്പ് ആവുന്നുണ്ട്. അവരത് ഭയങ്കര വൈറ്റ് ഷോട്ടിൽ നിന്ന് അവന്മാർ അത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവന്മാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു. അതെടുത്ത് ഒരുപാട് പേജസിലിട്ടു. ഇന്ന് അവന്മാരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്മാരുടെ അക്കൗണ്ട് പോയി. ഇത് എവിടെയൊക്കെ വരുമോ എനിക്കറിയില്ല. ആരും ഇത് പ്രതികരിക്കാത്തതുകൊണ്ടായിരിക്കും എന്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അത് ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും. ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ലതും വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തെറി കേൾക്കുന്നുണ്ട്. എനിക്കറിയാം ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങിക്കും. ഇത് ഭീഷണിയൊന്നുമല്ല, അതെൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും. ഇത് വേറെ ആരും ചുമ്മാ എന്ന് പറയുന്നില്ല, ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത്. ബാക്കിയുള്ളവർ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും. സോ ബെറ്റർ, നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി, എന്ത് കുളിര് കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി, ആവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങൾ. ഇപ്പൊ പാർവതിയോട് ചെയ്തേക്കുന്ന ഈ ഒരു ദ്രോഹത്തിന് അവർ തിരിച്ച് നന്നായിട്ട് തന്നെ അവരുടെ ചാനൽ പൂട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ചാനൽ പൂട്ടുകയും ചെയ്തു. ഇപ്പൊ ഇതിന് മുന്നേ ഞാൻ കണ്ടൊരു വീഡിയോ ആയിരുന്നു, ജയറാമിന്റെ മകന്റെ കല്യാണത്തിന്, കാളിദാസിന്റെ കല്യാണം. അതിൽ തരുണി, വൈഫിന്റെ പേര് തരുണി എന്ന് തന്നെയാണ് തോന്നുന്നു. അപ്പോൾ അവരുടെ ആ ഒരു കല്യാണ സീനൊക്കെ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി. പക്ഷേ കുറേ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരുടെ കുറേ അധികം വീഡിയോസ് ഞാൻ കണ്ടു വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി നന്നായിട്ട് തന്നെ ഇങ്ങനെ സാരിൻ്റെ ഈ പോർഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അവരെന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങ് ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം അവർക്ക് വേണ്ടത് അങ്ങനെയുള്ള പോർഷൻസ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു മീഡിയൻ്റെ പേരിനാണല്ലോ രോമാഞ്ചം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, അവർക്ക് രോമാഞ്ചം ഇളകിപ്പിക്കാനായിരിക്കും ഇതുപോലെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള പ്രൈവസിയിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറി ചെല്ലുമ്പോൾ ആരെങ്കിലും ആയിട്ട് അങ്ങ് പ്രതികരിച്ചിട്ട് രംഗത്ത് വരും. ഇപ്പൊ പാർവതി അവർക്ക് പറ്റിയേക്കുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് നന്നായിട്ട് തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ട് ഇനിയും തുടരെ ഇതുപോലുള്ള ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം കുറേ ആളുകളുടെയും കറക്റ്റായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോ ആണെങ്കിലും അവർ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക് കിട്ടുന്നതിന് മുന്നേ തന്നെ ആ ഫോട്ടോസും കാര്യങ്ങൾക്ക് പുറത്തായിട്ടുണ്ടാവും. പുറത്താകുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലേക്ക് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. ഒരാളുടെ പ്രൈവസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലേ അവരുടെ
ബോഡി പാർട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് അങ്ങ് ഇവരെന്ത് ചെയ്യും, വളരെയധികം മോശമാകുന്ന രീതിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ ആക്കിയിട്ട് പ്രചരിപ്പിക്കുമ്പോൾ അത് എല്ലാവർക്കും അങ്ങ് സഹിച്ചു കൊള്ളണമെന്നില്ല. പിന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യും, അത് പോട്ടെ നട്ട് വിടും. അങ്ങനെ എല്ലാവരും വിടുമെന്ന് അങ്ങ് കരുതണ്ട. ഇപ്പം ഇതുപോലുള്ള ഒരുപാട് പേജസും കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ പേജിൽ തന്നെ വരുന്നതാണ്. പക്ഷെ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്തിട്ട് വിടും. അതൊക്കെ ഫേക്ക് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ബാക്കിയുള്ളവർ ഇപ്പോൾ കുറച്ച് പേരെങ്കിലും അത് ഫേക്ക് അല്ല, അത് കറക്റ്റ് ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ കണ്ണുകൊണ്ട് അവരെ നോക്കിക്കാണാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് മോശമായിട്ട് തന്നെ വരിക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ചാനൽ പൂട്ടിക്കാനും മറ്റുള്ളവരെ കൊണ്ട് കഴിയുമെന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിക്കുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ചെയ്താൽ നല്ലത്. ഇപ്പോൾ അവർ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ തന്നെ നല്ല വൃത്തിയുള്ള നല്ല അച്ചടക്കമൊക്കെയുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ വന്നാൽ തന്നെ ഇവരെന്ത് ചെയ്യും, അതും മോശമാക്കിയിട്ട് അങ്ങ് ചിത്രീകരിക്കും. ഇപ്പോൾ എല്ലാത്തിനുള്ള സജ്ജീകരണം നമ്മുടെ സാങ്കേതിക വിദ്യയിലുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നാശത്തിന്റെ കുഴിയാണ് നിങ്ങൾ തോണ്ടുന്നത് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നല്ലത്. ഇതുപോലെ ഇനിയും ഒട്ടനവധി പേര് രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയധികം ആളുകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവരെ പോലുള്ള ആൾക്കാർ എടുത്തിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്.